കോഴിക്കോട് കൂടരഞ്ഞിയിൽ വീണ്ടും പുലി ഇറങ്ങിയെന്ന സംശയം. അജ്ഞാത ജീവി ഭക്ഷിച്ച നിലയിൽ കേഴമാന്റെ ജഡം കണ്ടെത്തി. വിവരങ്ങളുമായി അഭിജിത്ത് മുഴക്കുന്ന് ചേരുന്നുണ്ട്. അഭിജിത്ത്, വനത്തിനോട് ചേർന്ന മേഖലയിലാണോ അതല്ല ജനവാസ മേഖലയിലേക്ക് അടുത്തിടത്താണോ ഈ ജഡം കണ്ടെത്തുന്നത്? പ്രദേശവാസികളുടെ ആശങ്കയ്ക്ക് മറ്റെന്തെങ്കിലും ഈ സാഹചര്യങ്ങളുണ്ടോ? ഗൂഗിൾ, വനത്തോട് ചേർന്ന ജനവാസ മേഖലയിൽ തന്നെയാണ് ഈ കേഴമാൻ്റെ മൃതദേഹം കണ്ടെത്തിയത്. അജ്ഞാത ജീവി പൂർണ്ണമായും ഭക്ഷിച്ച നിലയിലാണ്. ഇത് തന്നെയാണ് പ്രദേശവാസികളെ ആശങ്കപ്പെടുത്തുന്ന പ്രധാനപ്പെട്ട കാര്യവും. കാരണം നേരത്തെ പുലി ഇറങ്ങിയെന്ന് സംശയിക്കുകയും തുടർന്ന് വനം വകുപ്പ് അക്കാര്യത്തിലൊരു സ്ഥിരീകരണം നടത്തുകയും തുടർന്ന് കൂട് സ്ഥാപിക്കുകയും ചെയ്ത പ്രദേശത്ത് നിന്ന് 2 കിലോമീറ്റർ ഇപ്പുറത്താണ് ഇത്തരത്തിൽ കേഴമാൻ്റെ മൃതദേഹം കണ്ടെത്തിയത്. അതിനാൽ തന്നെ പുലി ഒരുപക്ഷേ ഇവിടേക്ക് എത്തി എന്നുള്ളൊരു സംശയം നാട്ടുകാർക്കുണ്ട്. അതിനാൽ തന്നെ ആ രീതിയിലുള്ള ഒരു ആശങ്ക അവരിൽ നിലനിൽക്കുന്നു. അവർ ഇക്കാര്യം വനം വകുപ്പിനെ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. വനം വകുപ്പ് ഉദ്യോഗസ്ഥർ ഇവിടേക്ക് പുറപ്പെട്ടു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. നാട്ടുകാരിൽ ചില വാദങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. കടുവയാണ് ഇറങ്ങിയത്, പുലിയല്ല, തങ്ങൾ നേരിട്ട് കണ്ടു എന്നതടക്കമുള്ള അവകാശവാദം ചിലർ നാട്ടുകാർ ഉന്നയിക്കുന്നുണ്ട്. ഇക്കാര്യത്തിലൊന്നും ഒരു സ്ഥിരീകരണം ഉണ്ടായിട്ടില്ല. നേരത്തെയും ഈ രീതിയിൽ ഈ മേഖലയിൽ പുലി ഇറങ്ങി എന്നുള്ള കാര്യത്തിൽ ഒരു സ്ഥിരീകരണം ഉണ്ടായതാണ്. അന്നും ചില ഈ ഒരു മൃഗങ്ങളെയൊക്കെ ഈ പുലി ഭക്ഷിക്കുകയൊക്കെ ചെയ്തിരുന്നു. ഏതായാലും നേരത്തെ പുലിക്കായി കൂട് സ്ഥാപിച്ചിട്ടുണ്ട്. നിലവിൽ അക്കാര്യത്തിൽ ഈ മേഖലയിൽ കൂടി അക്കാര്യത്തിൽ ഒരു ആവശ്യം നാട്ടുകാരുടെ ഭാഗത്ത് നിന്ന് ഉയരാനുള്ള സാധ്യതയുണ്ട്. ഏതായാലും അല്പസമയം മുൻപാണ് ഈ കേഴമാൻ്റെ മൃതദേഹം അവിടെ കണ്ടെത്തിയത്. പൂർണ്ണമായും ഏതോ ഒരു അജ്ഞാത ജീവി അതിനെ ഭക്ഷിച്ച നിലയിലാണ് കണ്ടെത്തിയത്. ശരി, ഏതായാലും കൂടരഞ്ഞിയിലെ ആളുകൾക്ക് വലിയ ആശങ്കയാകുന്നുണ്ട് ആ കേഴമാൻ്റെ ജഡം കണ്ടെത്തിയ സാഹചര്യം. ഏതായാലും പുലി എന്ന പേടി അവിടെ നിലനിൽക്കുകയും ചെയ്യുന്നു. അഭിജിത്ത് മുഴക്കുന്നാണ് വിശദാംശങ്ങൾ നൽകിയത്.